السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട അധ്യക്ഷനവറുകളെ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ പ്രവാചകൻ ഭക്തിയുടെ നിറകണം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭക്തിയുള്ള വ്യക്തിയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോടുള്ള ഭക്തിയെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും കൈവിടാതെ സദാ ഇലാഹി സ്മരണകളിലും അനുസരണകളിലുമായി ഞങ്ങൾ അനുഗ്രഹീതരായി തികഞ്ഞ സൗഹാർദ്ദവും നിറഞ്ഞ ആത്മാർത്ഥതയും സമ്മേളിച്ച തിരുദൂതരോട് സൂറത്ത് ഹൂദിലൂടെ അല്ലാഹു വസ്തഖിം യാ കമാ ഉമിർത, അങ്ങയോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നിലകൊള്ളണമെന്ന കർക്കശ നിർദ്ദേശം കൂടി വന്നപ്പോൾ ഒരു സൂറത്ത് അമ്പരപ്പിച്ചുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുപോയി. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ ആഫാഫ്, ക്ഷേമവും വിശുദ്ധിയും ഭക്തിയും സന്മാർഗവും എനിക്ക് നീ നൽകണം അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താറുണ്ടായിരുന്നു. ലോക സൃഷ്ടിപ്പിന്റെ അധികാരവും അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെക്കാളും ഭക്തിയിൽ നിന്നിട്ടുകൂടി അല്ലാഹുവിനോട് വീണ്ടും വീണ്ടും തഖ്വ ഉണ്ടാവാൻ ദുആ ചെയ്തിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന നാം തങ്ങളിൽ നിന്ന് എത്ര അകലെയാണ് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷാ ബീബിയും കിടന്നിറങ്ങുമ്പോൾ ആയിഷാ ബീബിയെ എണീറ്റ് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുവാനില്ല. ആയിഷാ ബീബി നടന്നു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയായിരുന്നു. ആയിഷാ ബീബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് മുൻകഴിഞ്ഞ എല്ലാ പാവങ്ങളും പുറത്തു നിന്നിട്ടും ഇനി വരാൻ പോകുന്ന പാവങ്ങളും പുറത്തു നിന്നിട്ടും നിങ്ങൾ എന്തിനാണ് അവശയായ നിലയിൽ ക്ഷീണിച്ച നിലയിൽ നിസ്കരിച്ച് എന്തിന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫലാ ഖുറബദന ശുക്റാ, ഓ അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ? ഓ അല്ലാഹ്, ഓ ആയിഷ, ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന് പറയുമ്പോൾ ആയിഷ ബീവി അവിടെ അമ്പരക്കുകയാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനോ എത്ര പേർ ശ്രമിക്കാറുണ്ട്. തഖ്വയില്ലാതെ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടുക? എങ്ങനെയാണ് ഇരുലോകങ്ങളിൽപ്പെട്ടവരാവുക? എല്ലാവിധ നന്മകളും തഖ്വയിലും നിലകൊള്ളുന്നില്ലേ? അലൈക ബിതഖ്വല്ലാഹി വഇന്നമാ ദിമാഉൻ കുല്ലു ഖൈർ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അത് സകല നന്മകളുടെയും സംഗമസ്ഥലമാണ്. നിങ്ങൾ അള്ളാഹുവിനെ യഥാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആലിംറാൻ സൂറത്തിലൂടെ റബ്ബുൽ ഇസ്സത്ത് വിശ്വാസികളുടെ പ്രയാസം പരിഗണിച്ച് സാധ്യമാവും വിധം നിങ്ങൾ നാഥനെ സൂക്ഷിക്കണമെന്ന് ലളിതമാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ലവലേശം തഖ്വയില്ലാതെ തോന്നിയ പോലെ ജീവിക്കുന്ന പുതിയ തലമുറ പലവിധ പരീക്ഷണങ്ങൾക്കും വിധേയമാക്കിയിട്ടുണ്ട്. ഇത്രയും ഞാൻ നിർത്തുന്നു. എല്ലാവരും തഖ്വയോട് ജീവിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഞാൻ നിർത്തുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.